ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നവോദയയുടെ പരീക്ഷ നാളെയാണ്. നമ്മുടെ ഈ കോഴ്സിൻ്റെ ഇടയ്ക്ക് 3 നവോദയ പരീക്ഷകളാണ് ഉണ്ടാവുക. 4ാമത്തെ നവോദയ പരീക്ഷ ഗവൺമെൻറ്റിൻ്റെ പരീക്ഷയാണ്. അതിൽ ആദ്യത്തെ പരീക്ഷ. ഈ പരീക്ഷ പൂർണ്ണമായും ഒരു നവോദയ പരീക്ഷ പോലെ തന്നെയാണ്. 2 മണിക്കൂറാണ് പരീക്ഷ. ഓരോ അരമണിക്കൂറിനും ബെല്ലുണ്ടാകും. പൂർണ്ണമായും ഒരു നവോദയ പരീക്ഷ. കോച്ചിങ് സെൻറ്ററിൽ വരുന്ന കുട്ടികൾ 3 നവോദയ പരീക്ഷ എഴുതിയിട്ടാണ് 4ാമത്തെ പരീക്ഷയ്ക്ക് പോകുന്നത്. സെൻറ്ററിൽ വരാത്തവരൊക്കെ ആദ്യത്തെ പരീക്ഷയാണ് അവിടെ ചെന്ന് എഴുതുക. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ വിജയം ഉണ്ടാകുന്നത്. കണ്ണൂർ ജില്ലയിൽ ആകെ 80 കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 16 കുട്ടികളെ തിരഞ്ഞെടുത്തത് നമ്മുടെ ഈ പേരാവൂർ സെൻറ്ററിൽ നിന്നാണ്. 4000-ലധികം കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്. 80 കുട്ടികളെ തിരഞ്ഞെടുക്കും. അതിൽ 16ഓളം കുട്ടികൾ നമ്മളുടെ സെൻറ്ററിൽ നിന്ന് പോയവരാണ്. അതിന് കാരണം നമ്മുടെ 3 പരീക്ഷകളാണ്. അപ്പം അത് ആദ്യത്തെ പരീക്ഷയാണ്. ഒരു കാരണവശാലും ഒരു കുട്ടിയും നാളെ പരീക്ഷ എഴുതാതെ ഇരിക്കരുത്. ഏത് കാരണവശാലും സ്കൂളിൽ ക്ലാസ് ഉണ്ടെങ്കിൽ 11 മണിക്ക് എത്താൻ പറ്റിയ രീതിയിൽ കഴിയുന്നതാണെങ്കിൽ മാത്രം ക്ലാസ്സിൽ പോകുക. പള്ളിയിലെ പരിപാടി ഉണ്ടെങ്കിലും 11 മണിക്ക് ഹാളിലെത്തണം. ഞാൻ 9 മണി തൊട്ടേ അവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻകൂട്ടി വന്ന് എന്നോട് ചോദിക്കാം. നാളെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ഒരു പേന, ഒരു പെൻസിൽ, റൈറ്റിംഗ് പാഡ്, ഇത്രയും കാര്യങ്ങളാണ്. റൈറ്റിംഗ് പാഡ് ഇല്ലാത്ത കുട്ടികൾ അതിനായി ഒരു റൈറ്റിംഗ് പാഡ് വാങ്ങേണ്ട. നിങ്ങളുടെ കൈവശം റൈറ്റിംഗ് പാഡ് ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. മറ്റൊരു സാധനവും നാളെ കൊണ്ടുവരണം. ഭക്ഷണം കൊണ്ടുവരണം. നമ്മുടെ ക്ലാസ് 2-3 മണി വരെയൊക്കെ ഉണ്ടാവും. 3 മണിയാവുമ്പോഴേക്കും നമ്മുടെ ക്ലാസ് നാളെ തീരും. ഭക്ഷണം കൊണ്ടുവരണം. ഓക്കെ, നമ്മുടെ നാളത്തെ പരീക്ഷ എങ്ങനെയായിരിക്കും എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. നാളെ പരീക്ഷയുണ്ടാവും. അത് നാളെ തന്നെ ഞാൻ വാല്യൂ ചെയ്യും. മറ്റന്നാൾ പേരൻസ് മീറ്റിങ്ങിൽ പേരൻറ്റിൻ്റെ കയ്യിലാണ് പേപ്പർ കൊടുക്കുക. പേരൻ്റാണ് വന്ന് പേപ്പർ വാങ്ങേണ്ടത്. ആദ്യത്തെ 5 സ്ഥാനം കുട്ടികൾക്ക് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനം ഉണ്ടാവും. പേരൻറ്റിൻ്റെ കയ്യിൽ അത് കൊടുത്തു വിടും. ഓക്കെ, ഒരു പേരൻറ്റും വരാതിരിക്കരുത്, പേപ്പർ വാങ്ങണം. ഓക്കെ, പിന്നെ ഒരു കാര്യം, നിങ്ങൾ 2ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഫീസ് അടയ്ക്കേണ്ടത് പേരൻസ് മീറ്റിങ്ങിലാണ്. ആദ്യം 3000 അടച്ചിട്ടുള്ളവർ 2ാമത്തെ ഗഡുവായിട്ട് അടയ്ക്കേണ്ടത് 3000 രൂപയാണ്. ആകെ 7900 നിങ്ങൾ അടയ്ക്കേണ്ടത്. അതിലാദ്യം 3000, പിന്നെ 3000, പിന്നെ 1900. അങ്ങനെയാണ് അടയ്ക്കേണ്ടത്. ഞായറാഴ്ചയാണ് അടയ്ക്കേണ്ടത് എന്ന കാര്യം പേരൻസ് ഓർക്കണം. ഓക്കെ, നമുക്ക് പരീക്ഷയുടെ കാര്യങ്ങളിലേക്ക് പോകാം. (2027) നവോദയ പരീക്ഷയുടെ ടേബിൾ 1 മുതൽ 40 വരെ നമ്മുടെ ബുദ്ധിയുടെ വിവിധ ഭാഗങ്ങളെ പരീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. ആകെ 12 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ 8 ഭാഗങ്ങളെ കുറിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. ബുദ്ധി പരീക്ഷയ്ക്ക് ഒരു ഭാഗത്ത് നിന്ന് 4 ചോദ്യം വെച്ച് 8 ഭാഗത്ത് നിന്ന് 40 ചോദ്യം. ആ 40 ചോദ്യത്തിന് ഒരെണ്ണത്തിന് 1.25 മാർക്ക് വെച്ച് 60 മാർക്ക് ഉണ്ടാകും. ബുദ്ധി വിഭാഗത്തിൽ നിന്ന് 60 മാർക്കാണ് ഉണ്ടാവുക. ബുദ്ധി വിഭാഗത്തിൻ്റെ ചോദ്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടാണ് നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുക. നാളെ തന്നെ ഞാൻ പറഞ്ഞു തന്നതിന് ശേഷമാണ് നിങ്ങളത് ചെയ്യേണ്ടത്. 41 മുതൽ 60 വരെ ചോദ്യഭാഗങ്ങൾ കണക്കാണ്. ആകെ നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് 14 അധ്യായങ്ങളാണ്. അതിൽ 8 അധ്യായങ്ങൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ആ കഴിഞ്ഞ ഭാഗത്ത് നിന്ന് 20 ചോദ്യങ്ങൾ ഉണ്ടാകും. 20 ചോദ്യങ്ങൾ
1.25 മാർക്ക് വെച്ച് ഇരുപത്തിയഞ്ച് മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. 25 മാർക്കിനുള്ള കണക്കിലെ ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ എടുത്ത പാഠഭാഗങ്ങളിൽ നിന്നും 2 പ്രാവശ്യം റിവിഷൻ ചെയ്ത ഭാഗത്ത് നിന്നും മാത്രമേ ഞാൻ ചോദ്യങ്ങൾ ഇട്ടിട്ടുള്ളൂ. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു പ്രാവശ്യം നമ്മളെല്ലാം റിവൈസ് ചെയ്തതാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചോദ്യത്തിൻ്റെ പേപ്പർ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇട്ട് തരാം. 4 കുട്ടികൾ വരാതെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഇട്ട് തരാം നിങ്ങൾക്ക്. തൊട്ട് 80 വരെ മലയാളം 4 ഗദ്യഭാഗങ്ങൾ നമ്മൾ എഴുതി ചെയ്തതാണ്. 4 ഗദ്യഭാഗങ്ങൾ. ആ 4 ഗദ്യഭാഗങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരെണ്ണത്തിന് 1.25 മാർക്ക് വെച്ച് 25 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കിൻ്റെ ചോദ്യമാണ്. ആകെ ചോദ്യങ്ങൾ 80 എണ്ണം. ആകെ ചോദ്യങ്ങളുടെ എണ്ണം 80 ആണ്. നിങ്ങൾക്ക് പൂർണ്ണമായും കിട്ടിയാൽ 100 മാർക്ക് കിട്ടും. ജയിക്കാനുള്ള മാർക്ക് 40 ആണ്. പക്ഷെ ജയിച്ചിട്ട് കാര്യമില്ല മക്കളെ, നല്ല മാർക്ക് വാങ്ങണം. ഓക്കെ, ആദ്യത്തെ 5 സ്ഥാനങ്ങൾക്ക് സമ്മാനവുമുണ്ട്. കൂടാതെ പട്ടിക ടേബിൾ ടെസ്റ്റ് ഉണ്ട്. നന്നായി ടേബിൾ പഠിച്ചിട്ട് വരണം. ഓക്കെ, പരീക്ഷയുടെ മാർക്ക്, ടേബിൾ ടെസ്റ്റിൻ്റെ മാർക്ക്, ഡേ ഡയറിയുടെ മാർക്ക്, ഇതൊക്കെ കൂട്ടിയിട്ടാണ് സമ്മാനം കിട്ടുന്ന കുട്ടികളെ തിരഞ്ഞെടുക്കുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞ പോലെ ചെയ്ത് നാളെ വരിക. പള്ളിയിലെ പരിപാടിയൊന്നും ഇല്ലാത്തവർ ഒരു കാരണവശാലും താമസിക്കരുത്. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തീർക്കുക. പരീക്ഷ നന്നായി എഴുതി മറ്റന്നാൾ പേരൻസിന് കൊടുക്കുന്ന പേപ്പർ വളരെ നല്ല ഒരു പേപ്പറായിരിക്കണം. ഓക്കെ മക്കളെ, ഇപ്പോൾ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ സോൾവ് ചെയ്ത ചോദ്യങ്ങൾ ഞാൻ വിട്ടുതരാം. വരാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്. വന്ന കുട്ടികളൊന്ന് നോക്കിയാൽ മാത്രം മതി. വരാത്ത കുട്ടികൾ ചെയ്തു പഠിക്കണം. ഓക്കെ, താങ്ക് യു.